സ്പേസ് ഞാൻ ക്ലിയർ ചെയ്തു കംപ്ലീറ്റ്. പക്ഷേ എത്ര GB? 16 GB അല്ലേ? അത് കാരണം പ്രശ്നം. ഷെയ്ക്ക് പറയും, രണ്ട് കൈയും ഷെയ്ക്ക് ചെയ്യും. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആട്ടോ. ജീപ്പാണ് വേണ്ടത് സാധനം ശരിക്കും. കുട്ടുകുട്ടും തന്നെ കയറുമ്പോ ആ ജീപ്പ് വരാൻ വരണ്ടില്ലേ അവർക്കതൊരു പ്രശ്നമില്ല. ഷെയ്ഡ് കാണണേ മലയില്. ഇനി മുകളിൽ വേറെ ഷെയ്ഡ് വെച്ച് നോക്കുക. ക്ലൗഡ്സിന്റെ ഷെയ്ഡാ. അത് ശരി. താഴെ കാണുന്നത് ആ മലയമേ ഒരു ഷെയ്ഡ് കാണും. ഞാൻ എന്നിന്റെ ഷെയ്ഡിന് മുകളിലുള്ള വേറെ ഞാൻ നോക്കി ഷെയ്ഡ് നോക്കി. നല്ല ഷെയ്ഡ്. മുകളിൽ വേറെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ ഷെയ്ഡ് വരാനായിട്ട്. സാധനം ഷെയ്ക്കിന്റെ അത് ഇങ്ങനെ ചാടുമ്പോഴേ നീക്കാൻ പറ്റില്ല. നീക്കാലും ഷെയ്ക്ക് ഉണ്ട്. അത് നീക്കാൻ പറ്റില്ല. നീക്കാൻ കയ്യൊന്നും വെച്ച് പഠിക്കണം. എന്റെ കൈ നിന്റെ ഷേക്ക് കൂടി വരുന്നു. സ്പ്രിങ് ആയാലും കൊണ്ട് ഈ റോഡ് ഇവിടെ നോക്ക് സൈഡ് ഇല്ല. അവര് സമ്മതിക്കട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞേ ഇങ്ങനൊരു വഴി ഞാൻ പയ്യില്ലല്ലോ. ഫുള്ളായിട്ട് ഓടിക്കട്ടോ വന്നിരുന്നത്. റിസോർട്ട് മറ്റേ റിസോർട്ട് ഷേപ്പുള്ളത് അതായിരിക്കും. കാണാൻ ലുക്ക് ഇല്ല. വക്കീലിന്റെ ഗേറ്റ് തുറക്കണ്ടല്ലോ. വക്കീൽ വന്നാ ഒട്ടിയില്ല. ശനി ഒട്ടിയില്ല. കാലാവസ്ഥ ഫോട്ടോ ടൈമാ. നല്ല ലൈറ്റിന്റെ നല്ല ഷെയ്ഡ് കിട്ടും. വെയിൽ കൂടുതലാണ്. പക്ഷെ ഇന്നലെ നമ്മുടെ അടുത്ത സമയം ബെസ്റ്റാ. ഫോട്ടോയ്ക്ക് ബെസ്റ്റാ. ശരിക്കും ആ ടൈം ഗോൾഡൻ അവർ എന്ന് പറയാം. മീൻസ് ഫോട്ടോഗ്രാഫേഴ്സിന് ഗോൾഡൻ അവർ പറയാം. ഏർലി മോർണിംഗ് പിന്നെ വൈകിട്ട്
സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. വെയിലത്ത് ഫോട്ടോ എടുത്ത് ഞാൻ കംപ്ലീറ്റ് ഇതായിരിക്കും. കത്തിങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് പോച്ച വിളിച്ചു വരുന്നത് ചെത്തിക്കളയാണ്. പറക്കണ്ട പറക്കണ്ട ക്ലിയർ ചെയ്യാം. ഇതില് ബീഡ്സ് താഴെയുണ്ടാവുള്ളൂ. അല്ല ഇത് മുകളിലോട്ട് വിളിച്ചു വരട്ടെ. ഇടയ്ക്കൂടെ ചായലയുടെ ഇടയ്ക്കൂടെ നീളമുള്ള പോച്ച വിളിക്കുന്നു. ചെത്തിക്കളയാണ്. നല്ല ആൾക്കാരാ. ആകെ ഒരു വഴിയുള്ളൂ. ഫോട്ടോ എടുത്ത് കൊടുത്തു. പ്രശ്നം ഇവിടെ വഴി കൺഫ്യൂഷൻ വരില്ല. വഴി എവിടെയാന്നുള്ള കൺഫ്യൂഷൻ വരുന്നു. രാത്രി ആയി കഴിഞ്ഞാൽ വഴി എവിടെയാന്ന് അറിയാൻ പറ്റില്ല. നമ്മള് ഈട്ടാമുക്കിന്നാണ് അതിനെ. അവിടേക്ക് എന്താണ് പറഞ്ഞത്? വേറൊരു പേര് പറയും. ഷിറ്റുനാറിന്ന് പറയാ. ഷിറ്റുനാറിന്ന് പറയാ. ശവന്നാറില്ല ഷിറ്റുനാറിന്ന് പറയാ. സമാധാനായി. പൂവിന്റെ പേരാണ്. അതൊക്കെ ആ വാക്കുകളൊക്കെ പെട്ടെന്ന് ഈ കണ്ണട സീത അവിടെ ചെന്നിട്ട് ഞങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ചത്. അവന് ഇതിനു മുമ്പ് ഒരു തുണിക്കടയിൽ ചെന്നപ്പോ ഒരു കണ്ണട ഫ്രീ കിട്ടിയതാണ് കേട്ടാ. എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോ എന്റെ പോലത്തെ വൈറ്റ് പ്ലെയിൻ ഗ്ലാസ്. അവൻ നേരക്കിരിക്കടി അമ്മരെ പുറത്ത് സൗണ്ടൊക്കെ കളയലോട്ടാ. നല്ല സൗണ്ടിലായിരുന്നു. നീ പണ്ടൊക്കെ വന്നിട്ടില്ലേ അതിനോ? അത് ക്ലിയർ അതൊക്കെ ക്ലിയർ ആയ അലീഷ തല വിളിച്ചടക്കി. ഞാൻ എത്ര ഡീസന്റ് ആയിട്ട് വർത്താനം. ഇതാണ് ഈ പോത്തൻമേട് വ്യൂ പോയിന്റ്. അത് സ്റ്റോപ്പ് ചെയ്തോ മതി.